ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെൽഫ് സ്റ്റഡിയിലൂടെ നമുക്ക് എങ്ങനെ CMA ക്രാക്ക് ചെയ്യാം, എന്തായിരിക്കണം നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പ്ലാൻ എന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് വരിക. അതിലെൻ്റെ CMA ജേർണി എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ അത് കണ്ടിട്ട് വരിക. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി സ്റ്റുഡൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് ഇടുന്നത്. അവർ ചോദിച്ചതനുസരിച്ചാണ് ഇടുന്നത് കേട്ടോ. അവർ ഓരോന്നും ഞാൻ ഇതേ കാര്യങ്ങൾ ഞാൻ അതിൽ നർഷലിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കിത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടും ഇപ്പോൾ സെപ്റ്റംബറിൽ എക്സാം വരുന്നത് കൊണ്ടും ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടിടാം. പലർക്കും അത് മുഴുവനായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട്സ് ഇല്ല എന്നതാണ്. ഞാൻ ഇത് പറഞ്ഞ പോലെ യൂട്യൂബ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബായിരുന്നു. അപ്പം യൂട്യൂബിലൂടെ എനിക്ക് നോട്ട്സ് വേണം. നോട്ട്സ് ഇല്ലാതെ നമുക്ക് ഈ കോഴ്സ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വെറുതെ MCQs എടുത്ത് ഒരു ചിട്ടയും ഒന്നും ഇല്ലാതെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ നമുക്കൊരു ഐഡിയയും കിട്ടില്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്കറിയാം ഹോക്ക് മെറ്റീരിയൽ ഭയങ്കര വലുതാണ്. അതിൽ എന്താ പറയുക ഒരുപാട് വായിക്കാനുണ്ട്. അപ്പം ഒരു സെക്ഷനിൽ എന്തൊക്കെ ഏരിയയാണ് കവർ ചെയ്ത് പോകുന്നത്, എന്തിനൊക്കെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നറിഞ്ഞാലല്ലേ നമുക്ക് കൂടുതൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനും അത് വെച്ച് നമുക്ക് MCQs ക്ലിയർ ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സ് വേണം ഒരു സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാൾക്ക് ഫസ്റ്റ്. അതായത് ഷോർട്ട് നോട്ട്സ് ഇല്ലാതെ നമുക്ക് സെൽഫ് സ്റ്റഡിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റില്ല. അപ്പം MCQs ചെയ്യുന്നതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് നോട്ട്സിനും ഉണ്ട് ഒരു സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്. കാരണം നമ്മൾ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസി ഈ നോട്ട്സിലാണ്. നമ്മൾ പഠിച്ചതും എഴുതിയതും അറിഞ്ഞതും എല്ലാം നമ്മൾ ഇതിൽ നോട്ട് ചെയ്ത് വെക്കുക. അതിനെ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്കറിയാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഓൾറെഡി അവർക്ക് ഒരുപാട് നോട്ട്സ് ഉണ്ടാവും. ഒരു സബ്ജക്റ്റിന് ഒരു 5 നോട്ടൊക്കെ ഉണ്ടാവും. അതിപ്പോൾ ഒരുപാട് പ്രോബ്ലംസും അല്ലെങ്കിൽ ഒരു ഏരിയ തന്നെ പല പ്രാവശ്യം പറയുന്നതുമായിട്ട് കുറേ നോട്ട്സ് ഉണ്ടാവും. അതൊക്കെ ഉണ്ടായാൽ പോലും നിങ്ങൾക്കൊരു ഷോർട്ട് നോട്ടായിട്ടൊരു ബുക്ക് വേണം. കാര്യം ഇപ്പോൾ ഒരു ചില സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രോബ്ലംസ് ആണ്. അതിൻ്റെ ഇടയിലാണ് കോൺസെപ്റ്റ്സ് വന്നു പോകുന്നത്. അപ്പം നിങ്ങൾ MCQs ചെയ്യുമ്പോൾ ഈ നോട്ട്സ് ഒന്ന് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ 5-6 നോട്ട്ബുക്സ് ഇരുന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് എത്രയും ചെറുതായിട്ട് പെട്ടെന്നൊരു അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ആ പോർഷൻസ് മൊത്തം നിങ്ങൾക്കൊന്ന് വായിക്കണമെങ്കിൽ ഈ നോട്ട്സിനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് MCQs ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാവണം. ഷോർട്ട് നോട്ട്സ് എന്തിനാണെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. അതായത് നമുക്ക് ആ സെക്ഷനിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള ഐഡിയ ഉണ്ടാവണം ഫസ്റ്റ്. ആ ഐഡിയ ഇല്ലാതെ ബാക്കി മുന്നോട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് സ്ട്രഗിൾ അതായിരുന്നു. എന്തൊക്കെയാണ് ഈ CMAയിലുള്ളതെന്ന് അറിയണമല്ലോ. എങ്ങനെ ഇപ്പോൾ സെക്ഷൻ ബൈ സെക്ഷൻസ് ഇതിൽ വരുന്ന പോർഷൻസ് എങ്ങനെ അറിയുമെന്നുള്ളതായിരുന്നു. ആ സമയത്താണ് എനിക്ക് എഡ്യൂകഫേ ചാനൽ അറിയുന്നതും ഞാൻ ആ ചാനലിൽ പോയി വീഡിയോസ് കാണുന്നത്. സെക്ഷൻ ബൈ സെക്ഷൻസ് ഞാൻ നോട്ട്ബുക്ക് വാങ്ങുകയും അതായത് ഇപ്പം ഞാൻ നോട്ട്ബുക്ക് കാണിക്കാം. ഇതാണ് ഞാൻ ഉപയോഗിച്ചിരുന്ന നോട്ട്ബുക്ക്. ഓക്കെ, അതായത് ഒരു സൈഡ് സെക്ഷൻ A ആണെങ്കിൽ മറു സൈഡ് സെക്ഷൻ B, അങ്ങനെ. അപ്പോൾ ഈ ഒരു നോട്ടിൽ എൻ്റെ 2 സെക്ഷൻ്റെ നോട്ട്സ് നിൽക്കണം. അതായിരുന്നു എൻ്റെ ടാർഗറ്റ്. എന്ന് വെച്ച് ഞാൻ കുഞ്ഞു അക്ഷരത്തിൽ എഴുതുക അങ്ങനെയൊന്നുമല്ല. എന്താണോ ആ സാറ് യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് അത് എൻ്റേതായ നോട്ടിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക. ആ പരിപാടിയാണ് ഇതിലുള്ളത്. അല്ലാതെ ഞാൻ ആ സാറിൻ്റെ സ്ലൈഡ്സ് അതുപോലെ കോപ്പി ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുകയല്ല. അങ്ങനെ എഴുതാനാണെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ട് നോട്ട്സ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് പകരം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ പോരെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സാറിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു. ഞാൻ സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ നോട്ട്സ് എഴുതി. വീഡിയോ കാണുന്നതിനോടൊപ്പം എൻ്റേതായ രീതിയിലാണ് ഞാൻ നോട്ട്സ് എഴുതി പോയത്. പല രീതിയിൽ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. ഒരു ഫ്ലോ ചാർട്ട് രീതിയിൽ, ടേബിൾ ഒരു രീതിയിൽ. ഇപ്പം അതിലൊരു തിയറിയാണ് പറഞ്ഞു പോകണമെങ്കിൽ ഞാനത് എൻ്റേതായ രീതിയിൽ ഒരു ഫ്ലോ ചാർട്ട് ഫോമിൽ എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാനത് കൺവേർട്ട് ചെയ്ത് എഴുതുമായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ക്രിയേറ്റീവ് ആവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു സാർ ക്ലാസ് എടുത്താൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളത് എഴുതി വെക്കണം നിങ്ങളുടെ നോട്ട്സിൽ. എന്നാലേ എന്തുകൊണ്ടാണ് ഇത് എഴുതി വെക്കണമെന്ന് പറയുന്നത്, നിങ്ങൾ വീണ്ടും MCQs ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു വന്നാൽ ഓക്കെ എന്താണ് ആ കോൺസെപ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു നോട്ട് വേണ്ടേ. അപ്പോൾ നോട്ട്സിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്.
ഇതിപ്പോൾ ഇതൊരു സ്ലോ ലേണർ ആണെങ്കിലും ഫാസ്റ്റ് ലേണർ ആണെങ്കിലും ഈ നോട്ട്സിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പം ചിലർ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ കണ്ടുപോകും, അവർ വിചാരിക്കും ഇവർക്കെല്ലാം ഓർമ്മയുണ്ടാവും, ഇവരൊന്നും നോട്ട് ചെയ്യത്തില്ല. പക്ഷെ ഒടുവിൽ ഇവർക്ക് MCQs വരുമ്പോഴാണ് ഇവർ ഈ പെടുന്നത്. അവർ MCQs പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണില്ല. കാര്യം നോട്ട്സ് വായിക്കുന്നില്ല. അവരുടെ മൈൻഡ് സെറ്റ് ഓക്കെ ഒരു 100 MCQs ചെയ്യുമ്പോഴേക്കും ഞാൻ അങ്ങ് സെറ്റാവും. അങ്ങനെയല്ല, നോട്ട്സ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ചെയ്ത സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ആദ്യം ഞാൻ സാറിൻ്റെ വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് കണ്ടു. സെക്ഷൻ ബൈ സെക്ഷൻസ് എനിക്ക് ഇതുപോലെ ഒരു സൈഡ് ഒരു സെക്ഷനും വേറെ സൈഡ് മറ്റൊരു സെക്ഷനും വച്ചിട്ട് ഞാൻ നോട്ട്സ് എഴുതാൻ തുടങ്ങി. ഫസ്റ്റ് എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാർട്ട് 2 ആണ് ആദ്യം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോയത്. അപ്പം ആ പാർട്ട് 2 പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് ഏകദേശം 4 months ടൈം എടുത്തു. 4 months എടുക്കാൻ കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഇരുന്ന് പഠിച്ചത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഡെയിലി എനിക്കൊരു മാക്സിമം 3 മണിക്കൂർ അത്രയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വീക്കെൻഡ്സ് ഞാൻ നല്ലോണം വേറെ ഒരിടവും പോവാതെ ഇതിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു. വേറെ വഴിയില്ലല്ലോ, നമുക്കിത് വിത്തിൻ 1 year ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം സാറ്റർഡേ സൺഡേസ് ഒന്നും ഞാൻ ഒരിടവും പോയിട്ടില്ല, ഇത് ഫുള്ള് ഇതിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു. പക്ഷേ വീക്ക് ഡേയ്സ് എനിക്കൊരു 3 മണിക്കൂർ കൂടുതലൊന്നും സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ വീഡിയോസ് കാണുക, ഈ നോട്ട്സ് ഈ ഫോമിൽ ഒരു ബുക്കിൻ്റെ 2 സൈഡിലായിട്ട് 2 സെക്ഷൻ വരുന്ന രീതിയിൽ എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ എഴുതി വെച്ചു. ഓക്കെ, എന്നിട്ട് ഇത് എഴുതി വെച്ചിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലെമ്മിൻ്റെ മെറ്റീരിയലും കൂടെ PDF ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തു. എന്തുകൊണ്ടാണ് ഗ്ലെം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ടാർഗറ്റ് ഞാനൊരു ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ 3 മെറ്റീരിയൽ കവർ ചെയ്യണം എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു. കാര്യം ഇപ്പോൾ ഹോക്ക് മെറ്റീരിയലിൽ തന്നെ വരാത്ത കുറച്ച് പോർഷൻസ് ഗ്ലെമ്മിൽ വരും. സാറിൻ്റെ ക്ലാസ് ശരിക്കും ഹോക്ക് മെറ്റീരിയൽ ബേസ്ഡ് ആണ്. അപ്പോൾ ഹോക്ക് മെറ്റീരിയൽ ബേസ്ഡുള്ള നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ക്ലാസ് കണ്ടല്ലേ നോട്ട്സ് എഴുതുന്നത്. അപ്പം ഇനിയും ഞാൻ പോയി ഹോക്ക് മെറ്റീരിയൽ വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഹോക്ക് പിന്നെ ഞാൻ റെഫർ ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്ലെമ്മിൻ്റെ മെറ്റീരിയൽ PDF എടുത്ത് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഞാനത് പ്രിൻ്റ് ഔട്ട് ചെയ്യാണ് എടുത്തത്. അത് എൻ്റെ ഒരു ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ ആ ഗ്ലെം മെറ്റീരിയൽ വാങ്ങി, അവരുടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് വാങ്ങി ഡൗൺലോഡ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാനത് പ്രിൻ്റ് ഔട്ട് എടുത്തു. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഗ്ലെം ഇരുന്ന് വായിച്ചു. ഗ്ലെം വായിക്കാനുള്ള കാരണം ഗ്ലെമ്മിൻ്റെ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഷോർട്ടാണ്. ഇപ്പോൾ ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ നീണ്ടു നിവർന്നൊരു ടെക്സ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഗ്ലെം അത്രയില്ല, ഒരൊറ്റ വലിയ ബുക്കിൽ തന്നെ അതിൻ്റെ എല്ലാ സെക്ഷൻസും കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കിത് എത്രയും നട്ട്ഷെൽ ഫോമിൽ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നത്. എനിക്ക് സമയം അത് കുറവാണ്. എൻ്റെ സമയത്തിനുള്ളിൽ എനിക്ക് ഈ കോഴ്സ് പഠിച്ചു തീർക്കണം. അതിന് എന്തൊക്കെയാണ് എളുപ്പവഴി എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്തിരുന്നത് അപ്പം അങ്ങനെ ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഗ്ലെമ്മിൻ്റെ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞ പോലെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഞാനത് വായിക്കാൻ തുടങ്ങി. ഹൈലൈറ്റർ യൂസ് ചെയ്ത് അതിൽ മാർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി ആ ഗ്ലെം മെറ്റീരിയൽ, അതായത് ഞാൻ ഓൾറെഡി എഴുതി വെച്ച നോട്ട്സ് ഒരു വട്ടം വായിച്ചിട്ടാണ് ഞാൻ ഗ്ലെം വായിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം സാറിൻ്റെ ക്ലാസ് കണ്ടു, രണ്ടാമത് നോട്ട്സ് എഴുതി, അതായത് ക്ലാസ് കണ്ടുകൊണ്ട് നോട്ട്സ് എഴുതി, സെക്ഷൻ ബൈ സെക്ഷൻ എനിക്ക് നോട്ട്സ് ആയി. അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഗ്ലെം മെറ്റീരിയൽ വാങ്ങി ഡൗൺലോഡ് ചെയ്തു, പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചു. ഇനി ഗ്ലെം വായിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്തു, ഓരോ സെക്ഷൻ്റെയും അപ്പം ഒരു സെക്ഷൻ A ആണ് ഞാൻ ഗ്ലെമ്മിൽ വായിക്കാൻ പോകുന്നതെങ്കിൽ അതിന് മുന്നേ ഈ സെക്ഷൻ Aയുടെ നോട്ട്സ് ഒന്ന് ഞാൻ വായിച്ചു. ഞാൻ ഓൾറെഡി എഴുതി വെച്ച നോട്ട്സ് വായിച്ചിട്ട് ഞാൻ ഗ്ലെമ്മിൽ പോയി ഗ്ലെമ്മിൻ്റെ സെക്ഷൻ A വായിക്കാൻ തുടങ്ങി. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഞാൻ എഴുതി വെച്ച നോട്ട്സിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഗ്ലെമ്മിലുണ്ടോ എന്ന് അറിയണ്ടേ, അല്ലെങ്കിൽ അത് റിപ്പറ്റീഷൻ ആവത്തില്ലേ. അപ്പം ഞാൻ നോക്കിയത് ഞാൻ വായിക്കാത്ത എന്തെങ്കിലും ഇതിലുണ്ടോ, ഞാൻ എഴുതി വെക്കാത്ത എന്തെങ്കിലും ഇതിലുണ്ടോ, ഇനി ഞാൻ പഠിച്ച കോൺസെപ്റ്റ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും വേർഷൻ ഇതിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഗ്ലെം വായിച്ചിട്ട് എൻ്റെ നോട്ട്സിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു, ഗ്ലെമ്മിൽ നിന്ന് ആഡ് ചെയ്തു. അല്ലെങ്കിൽ ചില നോട്ട്സ് ഞാൻ എഴുതിയത് വളരെ ഷോർട്ടായിപ്പോയി, ഇത് ഇത്രയും പോരാ, ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആവണം എന്നെനിക്ക് തോന്നിയത് ഞാൻ ഗ്ലെമ്മിൽ നിന്ന് എടുത്തു. അല്ലെങ്കിൽ ഞാൻ ആദ്യം എഴുതി വെച്ച നോട്ട്സ് ക്ലാസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്രയും മനസ്സിലായില്ല, പക്ഷേ ഇതിൽ കുറച്ചും കൂടെ വ്യക്തതയുണ്ടല്ലോ എന്ന് തോന്നിയ നോട്ട്സ് അത് ഞാൻ അങ്ങനെ എൻ്റേതായ രീതിയിൽ എഴുതാൻ തുടങ്ങി. ഓക്കെ, ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴും നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ പകർത്തരുത്.
നിങ്ങളതിന് നിങ്ങളുടെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക. അതായത് ഇപ്പോൾ ഒരു 5 സെൻറ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ഒരു സെൻറ്റൻസ് ആക്കണം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അതിനെയാണ് നമ്മളെന്താ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഗ്ലം വായിച്ചിട്ട് സെക്ഷൻ ബൈ സെക്ഷൻസ് ഇത് തന്നെയായിരുന്നു പ്രോസസ്സ്. എഴുതി വെച്ച നോട്ട്സ് വായിച്ചതിന് ശേഷം ഗ്ലം വായിച്ചു. എക്സ്ട്രാ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, അത് ഈ നോട്ട്സിലോട്ട് തന്നെ ആഡ് ചെയ്തു. ഇത് ചെയ്യുന്നത് എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെനിക്ക് ഓക്കെ സെക്ഷൻ ബൈ സെക്ഷൻസ് ഇന്ന കാര്യങ്ങളാണുള്ളത്, ഇതൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത്, ഇതൊക്കെയാണ് അപ്പം MCQs ആയാലും ഞാൻ വർക്കൗട്ട് ചെയ്യേണ്ടത്, ഓക്കെ ഈ ഏരിയകളിലാണ് നമ്മൾ എക്സ്പെർട്ടൈസ് ആവേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടി. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് ഈ കോഴ്സ് എടുക്കുന്നതിനെ പറ്റി ഓവറോൾ ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ് ബേസിക് സ്റ്റെപ്പ്. ഇതിപ്പം ഞാൻ സാറിൻ്റെ ക്ലാസ് കാണാൻ ഏകദേശം എനിക്കൊരു വർക്കിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് എനിക്കൊരു 1 മാസം 1.5 മാസം എടുത്തു. പിന്നെ ക്ലം മെറ്റീരിയൽ വാങ്ങാൻ വീണ്ടും ഒരു മാസം എടുത്തു. അപ്പോൾ ഏകദേശം എനിക്ക് ഒരു 2 മാസത്തോളം ഈ നോട്ട്സ് പ്രിപ്പറേഷന് തന്നെ പോയി. പിന്നെ ഉള്ള 2 മാസം MCQs മാത്രമായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പ്രിപ്പറേഷനിൽ ഈ നോട്ട്സ് പ്രിപ്പറേഷനും MCQ പ്രാക്ടീസും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ കൊടുത്തത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലേ നമുക്ക് കാര്യങ്ങൾ ഓർമ്മ നിൽക്കുകയുള്ളൂ എന്ന് എനിക്ക് എൻ്റെ ഒരു ജേർണിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ ഈ പ്ലാനിലോട്ട് വന്നത്. എന്നിട്ട് ഓക്കെ, ഇപ്പം നോട്ട്സായി, ക്ലം ബേസ്ഡും ആയി, ഹോപ്പ് ബേസ്ഡ് നോട്ട്സായി. ഇനി ഞാൻ MCQs പ്രാക്ടീസ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ചൂസ് ചെയ്ത സോഫ്റ്റ്വെയർ ബെക്കറിലാണ് ഞാൻ MCQs ചെയ്യാമെന്ന് വിചാരിച്ചത്. ബെക്കറിൻ്റെ മെറ്റീരിയൽസ് ഒന്നും വായിക്കാനൊന്നും പോയില്ല. എൻ്റെ ഉദ്ദേശം അതിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ബെക്കർ ചൂസ് ചെയ്തതിൻ്റെ കാരണം, എന്നോട് ഞാൻ സംസാരിച്ച ആളുകളിൽ അവർ പറഞ്ഞത് ഹോക്ക് പലർക്കും ഈസിയാണ്, ബെക്കർ കുറേ കൂടെ ടഫാണ്. ബെക്കർ ചെയ്തവർക്ക് എന്താ പറയുക, അതിൽ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് പോകുന്നു. അപ്പം ഞാൻ ഓർത്തു, നമ്മൾ ഏറ്റവും ടഫായിട്ടുള്ളത് ആദ്യം ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്താ പറയുക, അതിൽ കുറച്ച് മാർക്കാണെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ആദ്യമേ നമ്മളൊരു കംഫർട്ട് സോണിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ നമ്മളെല്ലാം തികഞ്ഞ് നമുക്കെല്ലാം മനസ്സിലായി എന്നുള്ള രീതിയിൽ പെടും. അപ്പം ബെക്കർ സോഫ്റ്റ്വെയർ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒന്നും വായിച്ചാൽ പോലും മനസ്സിലാകത്തില്ലായിരുന്നു. ഡിസ്ക്രിപ്ഷൻ ചിലത് അതിൽ തെറ്റാന്ന് കാണിക്കും, പക്ഷേ എനിക്ക് ഒരു തരത്തിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇതെന്തുകൊണ്ടെന്നറിയോ, ആദ്യം നമുക്ക് കോൺസെപ്റ്റിനുള്ള ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇതേ ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് പല വേർഷൻസ് ചെയ്ത് വരുമ്പം പിന്നെ നമുക്കത് കത്തും. ഓക്കെ, ആ MCQs തെറ്റാനുള്ള കാരണം ഇതാണ്, ഡിസ്ക്രിപ്ഷൻ ശരിക്കും കറക്റ്റായിരുന്നു, ഞാൻ ചിന്തിച്ച രീതിയായിരുന്നു പ്രശ്നം എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബെക്കറിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ബെക്കർ സോഫ്റ്റ്വെയർ അങ്ങനെ തീരുമാനിച്ചു, ബെക്കർ സോഫ്റ്റ്വെയറിൽ പ്രാക്ടീസ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ബെക്കറിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ എങ്ങനെയായിരുന്നു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്ഷൻ ബൈ സെക്ഷൻ നോട്ട്സ് വായിച്ചതിന് ശേഷം സെക്ഷൻ ബൈ സെക്ഷൻ തന്നെ MCQs അറ്റംപ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അതായത് ഇപ്പം സെക്ഷൻ A ഞാൻ എഴുതി വെച്ച നോട്ട്സ് മൊത്തം വായിച്ചിട്ട് എന്ത് ചെയ്തു, ബെക്കറിൽ പോയി സെക്ഷൻ Aയുടെ മാത്രം ഒരു 100 MCQs എടുത്തു. അത് എക്സാം മോഡിലിട്ട് പ്രാക്ടീസ് ചെയ്തു. അതായത് എക്സാം മോഡ് എന്ന് പറഞ്ഞാൽ 3 hours സ്ട്രെയിറ്റിലിരുന്ന് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് നോക്കി. അത് ഞാൻ വായിച്ചത് വെച്ച് എനിക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ എന്ന് അറിയട്ടെ. അപ്പം ഞാൻ ആ 3 hours സെറ്റ് ചെയ്ത് എക്സാം മോഡിൽ പ്രാക്ടീസ് ചെയ്തു. എക്സാം മോഡിൽ പ്രാക്ടീസ് ചെയ്യുമ്പം എൻ്റെ ചലഞ്ച് എന്താണ്, ഞാൻ ഇൻ 1 hour 35 ക്വസ്റ്റ്യൻസ് എങ്കിലും ക്ലിയർ ചെയ്യണം. ഇല്ലെങ്കിൽ എനിക്ക് ഈ 3 hours 100 MCQs കാണാൻ പോലും പറ്റിയെന്ന് വരില്ല അല്ലേ, മൊത്തം നമ്മൾ അറ്റൻഡ് ചെയ്ത് പോകണം. അപ്പം അതായിരുന്നു ചലഞ്ച്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ എക്സാം മോഡ് തന്നെ യൂസ് ചെയ്തു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശരിക്കുള്ള എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു 10-25 പ്രാവശ്യത്തോളം ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്ത് കാണും ഇങ്ങനെ പ്രാക്ടീസിലൂടെ അല്ലേ. അപ്പോൾ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല, ഓൾറെഡി ഞാൻ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, അതുപോലെ ഒരു ദിവസം എന്നേ എനിക്ക് തോന്നത്തുള്ളൂ. സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാത്തവരാണ്, നിങ്ങൾക്ക് ആ 3 hours സ്ട്രേറ്റ് ഇരിക്കാൻ പറ്റില്ല എങ്കിൽ പ്രാക്ടിക്കൽ മോഡിലിട്ടും വേണേൽ ബെക്കറിൽ പ്രാക്ടീസ് ചെയ്യാം MCQs. പക്ഷേ എക്സാം മോഡിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടഫ് ക്വസ്റ്റ്യൻസ് അവർ ഷഫിൾ ചെയ്ത് കാണിക്കുക. അപ്പം
എക്സാം മോഡ് തന്നെ മാക്സിമം ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീക്കെൻഡ് ഉണ്ടെങ്കിൽ ആ വീക്കെൻഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻസ് നോട്ട്സ് വായിച്ചു. ഇപ്പോൾ സെക്ഷൻ എ ആണെങ്കിൽ സെക്ഷൻ നോട്ട്സ് വായിച്ചു, ബെക്കറി ചെന്നു, MCQs എടുത്തു, സെക്ഷൻ എയുടെ MCQs മാത്രം ചെയ്തു. അപ്പോൾ ഒരു 100-ൽ ഇപ്പോൾ 40-ഓ 30-ഓ എത്രയെന്ന് വെച്ചാൽ അത്രയും കുറവായിരിക്കാം ആദ്യമൊക്കെ ആ ഒരു മാർക്ക് കിട്ടി. അവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് തകർന്നു പോകരുത്. ഓക്കെ, അവിടെയാണ് നിങ്ങളുടെ തുടക്കം എന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ശരിയായി, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻ തെറ്റായി എന്ന് മനസ്സിലാക്കുക. ഈ 100 ക്വസ്റ്റ്യൻ ഇരുന്ന് റിവ്യൂ ചെയ്യുക, ഓരോന്നും നോക്കുക. ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഇതിൻ്റെ ആൻസർ എന്താണ്, ഇതെന്തുകൊണ്ട് തെറ്റി, ഇതെന്തുകൊണ്ട് ശരിയായെന്ന് നിങ്ങൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ചില ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. നിങ്ങൾ എന്ത് ചെയ്യുക? അത് ബേസ് ചെയ്ത് കോൺസെപ്റ്റിൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ അതോടെ വെച്ച് വിടുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ അങ്ങനെയാണ്, നമുക്ക് കുറേ കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ ചെയ്ത് നമുക്കത് റീകോൾ ചെയ്യാൻ പറ്റും, നമുക്കത് മനസ്സിലാക്കാനും പറ്റും. അപ്പം ആദ്യമേ കയറി ടെൻഷൻ ആവരുത്. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവരുത്. നിങ്ങൾക്ക് തന്നെ സമയം കൊടുക്കുക. നിങ്ങൾക്ക് സമയം കൊടുക്കാതിരുന്ന പിന്നെ നിങ്ങൾക്ക് ആരും ആ സമയം തരുന്നത് അല്ലേ? അപ്പം നിങ്ങളിൽ വിശ്വാസം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഇത്ര എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഓക്കെ ഇത് യൂട്യൂബിൽ നോക്കാം, ഓക്കെ ഇന്ന കോൺസെപ്റ്റ്, എന്നിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ, ഇറ്റ്സ് ഓക്കെ, ഞാൻ വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കിത് ശരിയാവുമായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ആ രീതിയിലാണ്. ഒരു ക്വസ്റ്റ്യൻസിൻ്റെ പല വേർഷൻസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ പല പെർസ്പെക്റ്റീവിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിലൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, പക്ഷെ ബാക്കി 3 ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. മനസ്സിലായില്ലേ? ഇതൊരു എന്താ പറയുക, പസിൽ കണക്കായിട്ട് വേണം നിങ്ങൾക്ക് ഇതിനെ കാണാം. അപ്പം നിങ്ങളിതിന് ടൈം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പം സെക്ഷൻ ബൈ സെക്ഷൻസ് ഒരു 100 MCQs അങ്ങനെ ഓരോന്നും ചെയ്ത് പോവാം. ഞാൻ 100 ചെയ്തുള്ളൂ, കാര്യം എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കതിൽ കൂടുതൽ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, ഇതിനു വേണ്ടി ഫുൾ ടൈം ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ കൂടുതൽ ടൈം ഉണ്ടായെന്നിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതെല്ലാ സെക്ഷനും ഞാൻ ഈക്വലി ഇങ്ങനെ തന്നെ സമയം കൊടുത്ത് വായിക്കുന്നു, MCQs ചെയ്യുന്നു, എന്നിട്ട് MCQs റിവ്യൂ ചെയ്യുന്നു. പിന്നെ അതിൽ നിന്ന് കിട്ടിയ നോട്ട്സും കോൺസെപ്റ്റ്സും, പുതിയ നോട്ട്സും കോൺസെപ്റ്റ്സും ആയിരിക്കാം, അത് ഞാൻ എൻ്റെ നോട്ട്ബുക്കിലോട്ട് ആഡ് ചെയ്തു. ഇങ്ങനെ ഇതുപോലെ 3-4 സെൻറ്റൻസിന് അങ്ങനെ ആഡ് ചെയ്ത് പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MCQs ഇനി വരുമ്പോൾ എനിക്ക് തെറ്റാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു 100 കുറേയൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഐഡിയ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ച് പോയി, ഇതിന് തെറ്റാൻ പാടില്ല എന്നുള്ള രീതിയിൽ. നിങ്ങൾ ആ ക്വസ്റ്റ്യനും ആൻസറും അങ്ങനെ എഴുതി പോകരുത്. മനസ്സിലായില്ലേ? അങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാപ്പാടം പഠിക്കുന്ന പോലെ ആയിപ്പോവും. നിങ്ങൾ അതിലെ കോൺസെപ്റ്റ് എഴുതി പോകണം. ഈ ക്വസ്റ്റ്യൻ്റെ പിന്നിലെ കോൺസെപ്റ്റ് എന്താണ്, എങ്ങനെയാണ് ഈ ആൻസറിലോട്ട് അവർ ഡിറൈവ് ചെയ്തെത്തിയത്. ഇനി ഇതേ സ്ഥലത്തൊരു എന്താ പറയുക, ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ വേണേൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോർമുല വേണേൽ എഴുതി വെക്കാം. കാര്യം ചിലപ്പോൾ ആ ഫോർമുല എങ്ങനെ അവർ എത്തിച്ചേർന്നു, നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഫോർമുല എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് എഴുതി വെക്കാം. അപ്പോൾ ആ കോൺസെപ്റ്റ് വീണ്ടും വരുമ്പോൾ നിങ്ങൾക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, ചില പ്രോബ്ലംസും ആദ്യമൊന്നും മനസ്സിലാവില്ല, അത് ഓക്കെയാണ്, അതിൽ നിങ്ങൾ ടെൻസ്ഡ് ആകരുത്. അത് അങ്ങനെയാണ്, ഈ ഒരു പഠന രീതി തന്നെ അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അത് അവസാനം കണ്ടുപിടിക്കാനും പറ്റും. ഞാൻ അങ്ങനെ ആയിരുന്നു, എനിക്ക് ആദ്യം ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഓർത്തത് ഞാൻ പഠിക്കുന്ന സെൽഫ് സ്റ്റഡി ഇത് കറക്റ്റാണോ, ഇതിൻ്റെ ടെക്നിക്കൊക്കെ കറക്റ്റാണോ, പക്ഷെ അത് കറക്റ്റാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റി. അത് പറ്റിയത് കൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ, ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് പറയാം. സെക്ഷൻ ബൈ സെക്ഷൻ നമ്മൾ വീഡിയോസ് കണ്ടു, നോട്ട്സ് എഴുതി, ഗ്ലെം മെറ്റീരിയൽ വായിച്ചു, വീണ്ടും നോട്ട്സ് അതിലോട്ട് ആഡ് ചെയ്തു. ഗ്ലെം വായിക്കുന്നതിന് മുന്നേ സെക്ഷൻ ബൈ സെക്ഷൻ എഴുതി വെച്ച നോട്ട്സ് വായിച്ചിട്ടാണ് ഞാൻ ഗ്ലെം വായിക്കുന്നത്, എന്നിട്ടാണ് എക്സ്ട്രാ നോട്ട്സ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, സോഫ്റ്റ്വെയറിൽ പോയി സെക്ഷൻ ബൈ സെക്ഷൻ 100 MCQs വീതം ചെയ്യാൻ തുടങ്ങി. സോഫ്റ്റ്വെയറിൽ ചെയ്യും മുന്നേ എന്താ ചെയ്തത്, സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നതിന് മുന്നേ സെക്ഷൻ ബൈ സെക്ഷൻ ഞാൻ വായിച്ചിട്ടാണ് ഓരോ സെക്ഷൻ, ഇപ്പോൾ സെക്ഷൻ എ ഞാൻ വായിച്ചു, എഴുതിയത് വായിച്ചു, എന്നിട്ട് സെക്ഷൻ എയുടെ MCQs ചെയ്തു. ഇതിൽ തെറ്റിയത് എന്താ ശരി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ വീണ്ടും സെക്ഷൻ എയുടെ നോട്ട്സിലോട്ട് ആഡ് ചെയ്തിട്ട് എന്താ ചെയ്യുക, ഈ പ്രോസസ്സ് ഞാൻ എല്ലാ സെക്ഷനിലും ചെയ്തു. അപ്പോൾ ഒരു പാർട്ട് 1 ആണ് എൻ്റെ 6 സെക്ഷനിലും എൻ്റെ എല്ലാ പോർഷൻസും ഇങ്ങനെ ചെയ്തു വെച്ചു. അപ്പോൾ എനിക്ക് എന്തായി, ഫസ്റ്റ് ലെവൽ ഓഫ് എൻ്റെ നോട്ടായി. ഓക്കെ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, വീണ്ടും MCQs പ്രാക്ടീസ് ചെയ്യണം അല്ലേ. ഇനി ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പം സെക്ഷൻ ബൈ സെക്ഷൻ ഇട്ടല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പം മൊത്തത്തിൽ ഷഫിൾ ചെയ്ത് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, എന്തിനാണ് ആദ്യമേ ഷഫിൾ ചെയ്യാൻ തുടങ്ങുന്നത്? അങ്ങനെ ഷഫിൾ ചെയ്യുമ്പോഴേ സോഫ്റ്റ്വെയർ നമുക്ക് ഓരോ സെക്ഷനിലും ഏതൊക്കെ MCQs ആണ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഏതൊക്കെ കോൺസെപ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്, ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഷഫിൾ ചെയ്തിടുമ്പോൾ അവർ കാണിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക,
മൊത്തം ഇടുക, മൊത്തം എല്ലാ സെക്ഷൻസും ചൂസ് ചെയ്തിട്ട് എക്സാം മോഡിൽ MCQs ഇടുക. എന്നിട്ട് എന്താ പറയുക, എക്സാമായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ഈ എല്ലാ സെക്ഷൻസും ഇടുന്നതിന് മുന്നും എന്ത് ചെയ്യണം, നോട്ട്സ് വായിക്കണം. എല്ലാ സെക്ഷൻ്റെയും നോട്ട്സ് ഒരുമിച്ച് വായിച്ചിട്ട്, ഒരു എക്സാമിന് നമ്മൾ മുന്നേ പഠിക്കുന്ന എങ്ങനെ എല്ലാ നോട്ട്സും വായിച്ചിട്ടല്ലേ നമ്മൾ എക്സാമിന് പോകുന്നത്, അതുപോലെ ഈ എല്ലാ സെക്ഷൻ്റെ നോട്ട്സും ഒറ്റ ഇരിപ്പിനെ വായിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓൾ സെക്ഷൻസ് ഇട്ട് എക്സാം മോഡിൽ MCQs ഒരു 3 hours സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് എന്ന് വേണേൽ നമുക്ക് വിളിക്കുക ഇതിനെ. അപ്പോൾ നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. എക്സാമിൻ്റെ അവസാന ദിവസം നമ്മളെല്ലാം കൂടി ഇട്ട് പ്രാക്ടീസ് ചെയ്ത് അതിന് മുന്നേ മോക്ക് അറ്റൻഡ് ചെയ്ത് ഒരു കോൺഫിഡൻസിലെത്തുന്നതിന് പകരം ഡെയിലി ഈ പ്രോസസ്സ് ചെയ്യുക. ഇപ്പോൾ എല്ലാ സെക്ഷനും ഇടുക, 100 MCQs സെറ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. അതായത് എക്സാം മോഡിൽ ഇട്ട് എക്സാം പോലെ തന്നെ 3 hours സെറ്റ് ചെയ്തിരുന്ന് അറ്റൻഡ് ചെയ്യുക ഒറ്റ സ്ട്രെച്ചിൽ. എന്നിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ റിവ്യൂ വരും അല്ലേ, നമുക്ക് ഈ 100 MCQസിൻ്റെ റിവ്യൂ ചെയ്യണ്ടേ. റിവ്യൂ ചെയ്യുമ്പം ആ ക്വസ്റ്റ്യനിൽ ഇത് ഏത് സെക്ഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് ആ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ ഇന്ന സെക്ഷനിൽ ഇന്ന ഏരിയ ഞാൻ വീക്കാണ്, എന്ത് ചെയ്യണം, ആ സെക്ഷനിൽ പോകണം. എന്നിട്ട് നമ്മൾ ഈ നോട്ട്സ് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ഇതേ പ്രോസസ്സ് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുക. ഇതെനിക്ക് വീക്കാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ അത് ഓടിപ്പോവുക, നോട്ട്സിൽ അത് വീണ്ടും ആഡ് ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുണ്ടല്ലോ റിപ്പീറ്റഡ്ലി നിങ്ങളൊരു കോൺസെപ്റ്റ് തന്നെ എഴുതിക്കൊണ്ടിരിക്കുമായിരിക്കും നിങ്ങൾ തന്നെ അറിയാതെ. പക്ഷേ നിങ്ങൾ നോട്ട്സ് വായിക്കുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഇത് ഞാനിപ്പോൾ 3 വട്ടമായാലോ ഈ നോട്ട്സിൽ ഇങ്ങനെ ആഡ് ചെയ്യണമെന്ന്. പക്ഷേ ഓക്കെ, ഈ 3 വട്ടം എഴുതുമ്പോഴും നിങ്ങൾ ആ 3 വട്ടം അത് വായിക്കും കൂടെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇതുപോലെ എഴുതണം. എല്ലാ സെക്ഷനും നിങ്ങൾക്ക് തെറ്റ് എന്തെന്ന് വെച്ചാൽ അത് നോക്കി എഴുതുക. ഇനി എന്താ വേണ്ടത്, ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വച്ചിരിക്കരുത്, വീണ്ടും ഒന്നേന്ന് എഴുതിയതെല്ലാം വായിക്കണം. എല്ലാ സെക്ഷൻ ബൈ സെക്ഷൻ്റെ നോട്ട്സ് ഒന്നേന്ന് വായിക്കണം. വായിച്ചിട്ട് വീണ്ടും സോഫ്റ്റ്വെയറിൽ പോയി MCQs എക്സാം മോഡിലിട്ട് 100 MCQs അറ്റൻഡ് ചെയ്യുക. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഈ രണ്ടാമത്തെ വട്ടം നിങ്ങൾ എക്സാം മോഡിലിട്ട് MCQs പ്രാക്ടീസ് ചെയ്യുമ്പോൾ മുന്നേ അൺകറക്റ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം വരിക, അല്ലെങ്കിൽ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത 2 ഓപ്ഷൻസ് ഉണ്ട് അതിൽ, അൺകറക്റ്റഡ് ആൻസേഴ്സും പിന്നെ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസും. ആ 2 കോളം മാത്രം ടിക്ക് ചെയ്തിട്ട് എക്സാം മോഡിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഓൾറെഡി കറക്റ്റഡ് ആയിട്ടുള്ളത് റിപ്പീറ്റ് ആവരുത്, അല്ലാതെ അൺകറക്റ്റഡ് ആയിട്ടുള്ളതും ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസും അത് മാത്രം സെറ്റിങ്സിൽ പോയി ഇനേബിൾ ചെയ്തിട്ട് നെക്സ്റ്റ് മോക്കോ അല്ലെങ്കിൽ എന്താ നെക്സ്റ്റ് സെറ്റ് ഓഫ് എക്സാം പ്രാക്ടീസ് ചെയ്യാം. അത് ഈ ഒരു ഓപ്ഷൻ ബെക്കറിലുണ്ട്. അപ്പോൾ ഞാൻ ബെക്കറിൽ എങ്ങനെയാണ് ഇതൊക്കെ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ പിന്നീട് ഇടാം. ഞാനിപ്പോൾ ഇത് വീണ്ടും ഇട്ട് കഴിഞ്ഞത് ഭയങ്കര ലോങ് ആയിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ ഇങ്ങനെ വേണം എന്ത് ചെയ്യേണ്ടത്, MCQs സോഫ്റ്റ്വെയറിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ടും അതിനാണ്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ഞാൻ എജു കഫേ ചാനലിലെ ക്ലാസ് സെക്ഷൻ ബൈ സെക്ഷൻ കണ്ടു. ഇതുപോലെ ഒരു നോട്ട് എടുത്തു, എൻ്റെ 2 സെക്ഷനിലോ അത് 2 സൈഡിൽ ഒരു സെക്ഷൻ ഇപ്പുറത്തൊരു സെക്ഷൻ, അങ്ങനെയാണ് എൻ്റെ നോട്ട്സ് എഴുതാനുള്ള പ്ലാൻ. ഓക്കെ, അപ്പം ഞാൻ ഒരു സെക്ഷൻ എടുക്കുന്നു, അതിൻ്റെ വീഡിയോസ് കാണുന്നു, നോട്ട്സ് എഴുതുന്നു. നോട്ട്സ് എന്ത് ബേസ്ഡ് മെറ്റീരിയലാണ്, ഹോക്ക് ബേസ്ഡ് മെറ്റീരിയലാണ് അല്ലേ. സാറിൻ്റെ ക്ലാസ്സെല്ലാം ഹോക്ക് ബേസ്ഡ് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ഹോക്ക് ബേസ്ഡുള്ള നോട്ട്സായി. ഇപ്പോൾ സെക്ഷൻ ബൈ സെക്ഷൻസ് വീഡിയോ കാണുന്നു, നോട്ട്സ് എഴുതുന്നു, എൻ്റെ ഫസ്റ്റ് ലെവൽ നോട്ടായി, അതായത് ഹോക്ക് ബേസ്ഡുള്ള നോട്ടായി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഈ സെക്ഷൻ എ ആണെങ്കിൽ ഇപ്പോൾ സെക്ഷൻ എ എടുക്കുന്നു, സെക്ഷൻ എഴുതി വെച്ച നോട്ട്സ് എല്ലാം ഞാൻ സെക്ഷൻ എയുടെ വായിക്കുന്നു, വായിച്ചിട്ട് ഞാൻ ഗ്ലെമ്മിൽ പോകുന്നു, സെക്ഷൻ എ എടുക്കുന്നു, ഗ്ലെമ്മിലെ സെക്ഷൻ എ വായിക്കുന്നു, വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആദ്യം എഴുതിയ നോട്ട്സിൽ മിസ്സായിട്ടുള്ള എന്തെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യുന്നു. അപ്പം അങ്ങനെ രണ്ടാമത്തെ സെറ്റ് വായന കഴിഞ്ഞു അല്ലേ, രണ്ടാമത്തെ റെഫറൻസും കഴിഞ്ഞു, ഗ്ലെമ്മ് വായിച്ചു, നോട്ട്സ് എഴുതി. ഇനി അത് തന്നെ ഞാൻ എല്ലാ സെക്ഷനും ഫോളോ ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഇപ്പോൾ സെക്ഷൻ എ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ സെക്ഷൻ എയുടെ എഴുതി വെച്ച നോട്ട്സ്, അതായത് ഹോക്ക് ബേസ്ഡും ഗ്ലം ബേസ്ഡും ആയിട്ടുള്ള നോട്ട്സ് എല്ലാം വായിക്കുന്നു. വായിച്ചു കഴിഞ്ഞിട്ട് ബെക്കർ സോഫ്റ്റ്വെയറിൽ പോകുന്നു, സെക്ഷൻ എ എടുക്കുന്നു, 100 MCQs എക്സാം മോഡ് ഇടുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. വായിച്ചു കഴിഞ്ഞിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നു. എനിക്ക് തെറ്റിയതെന്താണ്, ശരിയായത് എന്തുകൊണ്ടാണ് എന്നുള്ള എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്നു. ഞാനത് എന്ത് ചെയ്യുന്നു, സെക്ഷൻ എയുടെ നോട്ട്സിലോട്ട് ആഡ് ചെയ്യുന്നു. ഇതേ പ്രോസസ്സ് ഞാൻ എല്ലാ സെക്ഷനും ഫോളോ ചെയ്യുന്നു. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 3. ഓക്കെ, ഇനി ഫൈനൽ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നമ്പർ 4. സ്റ്റെപ്പ് നമ്പർ 4 ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സാമിന് മുന്നേ റിപ്പീറ്റ് ചെയ്യേണ്ടത്. എന്താണത്, സെക്ഷൻ എഴുതി വെച്ച എല്ലാ സെക്ഷൻ്റെ നോട്ട്സും ഒറ്റ സ്ട്രെച്ചിൽ വായിക്കുന്നു.
വായിച്ചിട്ട് ബെക്കറിൻ്റെ സോഫ്റ്റ്വെയറിൽ എല്ലാ സെക്ഷനും ടിക്ക് മാർക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ MCQs എക്സാം മോഡിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം വരുന്ന MCQs അതിൻ്റെ റിവ്യൂ എല്ലാം നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് എന്തുകൊണ്ട് തെറ്റി എന്തുകൊണ്ട് ശരിയായി എന്നുള്ളതിൻ്റെ ആൻസേഴ്സ് ഞാൻ സെക്ഷൻ ബൈ സെക്ഷൻ ആ സെക്ഷൻ്റെ നോട്ട്സിൽ തന്നെ പോയിട്ട് എഴുതി പോകുന്നു. ഓക്കെ, എന്നിട്ട് എന്താ 5ാമത്തെ സ്റ്റെപ്പ് എന്താ, വീണ്ടും ഞാൻ എഴുതി വെച്ച എല്ലാ സെക്ഷൻ്റെ നോട്ട്സും വായിക്കുന്നു, ബെക്കറിൻ്റെ സോഫ്റ്റ്വെയറിൽ പോകുന്നു, അതിൽ എനിക്ക് കറക്റ്റായ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിക്കാതിരിക്കാനുള്ള സെറ്റിങ്സ് ചെയ്തിടുന്നു. എന്നിട്ട് വീണ്ടും അടുത്ത 100 MCQs എടുക്കുന്നു, എക്സാം മോഡിൽ പോകുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുന്നു, എക്സാം റിവ്യൂ ചെയ്യുന്നു, MCQs എനിക്ക് ക്ലിയർ ആയതും എന്തുകൊണ്ട് തെറ്റി എന്തുകൊണ്ട് കറക്റ്റായി എന്നുള്ള എൻ്റെ മനസ്സിലാവാത്ത കാര്യങ്ങൾ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ നോട്ട്സിലോട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്താ, വീണ്ടും അതേ 5ാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ആവുക. വീണ്ടും 1 സെക്ഷൻസ് വായിക്കുക, ബെക്കറി പോവുക, ഇതുവരെ കറക്റ്റായ ആൻസേഴ്സ് വീണ്ടും ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാതിരിക്കാനുള്ള സെറ്റിങ്സ് ചെയ്തിടുക. നെക്സ്റ്റ് സെറ്റ് 100 MCQs പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാം മോഡിൽ ഇട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻസ് എടുക്കുക, എന്തുകൊണ്ട് തെറ്റി എന്തുകൊണ്ട് ശരിയായി എന്നുള്ളത് അനലൈസ് ചെയ്യുക. മനസ്സിലാവാത്ത കോൺസെപ്റ്റ് വീണ്ടും എന്ത് ചെയ്യണം, സെക്ഷൻ ബൈ സെക്ഷൻ നോട്ട്സിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇങ്ങനെയാണ് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇതിനെ ട്രെയിൻ ചെയ്ത് എടുക്കേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു സംഭവം എല്ലാ സെക്ഷനും ഇട്ട് എനിക്ക് തോന്നുന്നു ഈ എക്സാമിന് മുന്നേ ഒരു 10-25 പ്രാവശ്യമെങ്കിലും ചെയ്തതാണ്. അപ്പോൾ 25 പ്രാവശ്യവും ഞാൻ എക്സാം മോഡിൽ ആ എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഇതെൻ്റെ കോൺഫിഡൻസും ബിൽഡ് ചെയ്യും. ഞാൻ ഒരു 1 അവറിൽ 35 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ ടാർഗറ്റ്. അതനുസരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓവറോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ഇങ്ങനെയാണ് നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബെക്കറിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ സെറ്റിങ്സ് ഒക്കെ ചെയ്യുക, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഇടാം. എൻ്റെ കയ്യിൽ ബെക്കർ സോഫ്റ്റ്വെയറേ ഉള്ളൂ കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ബെക്കറിലേ ഉള്ളൂ ഐഡിയ. ഇപ്പോൾ ഹോക്ക് ചെയ്യുന്നവർ അല്ലെ വയൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. എനിക്കറിയത്തില്ല അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഹോക്കെല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞുതരാൻ പറ്റും. പലരും ചോദിക്കുന്നുണ്ട് ഹോക്ക് മതിയാവൂ, അവരുടെ വാങ്ങിയ സോഫ്റ്റ്വെയർ ഹോക്കാണോ അത് മതിയാവൂ. പക്ഷേ അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഹോക്ക് മതിയാവെന്ന് ചോദിച്ചാൽ എനിക്ക് സീരിയസ്ലി അറിയില്ല ഹോക്ക് മതിയാവുമെന്ന്. പക്ഷേ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഒരു വട്ടമെങ്കിലും ബെക്കറിലും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റുഡൻസിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആരെങ്കിലേക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവരോട് ചോദിച്ചിട്ട് ബെക്കർ ജസ്റ്റ് 3 അവർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുക. ആ 3 അവർ അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് എത്ര സ്കോർ വരും നോക്കുക. അതൊരു 70 to 80 റേഞ്ചിലൊക്കെ കിട്ടുവാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അത് കണ്ടിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ബെക്കറിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, ഇത്രയും ടഫ് ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് എക്സാം വളരെ ഈസി ആയിട്ട് തോന്നിയെന്നിരിക്കും. ഓക്കെ, കാര്യം ആദ്യമേ പ്രാക്ടീസ് ചെയ്യുന്ന അത്രയും ടഫാണല്ലോ. അപ്പോൾ നമുക്ക് എക്സാം ക്വസ്റ്റ്യൻസ് ഭയങ്കര പാടായിട്ട് തോന്നത്തില്ല. എങ്കിലും കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഇത്രയും വട്ടം വായിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പം നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നെക്സ്റ്റ് എൻ്റെ വീഡിയോയിൽ ബെക്കറിൽ എങ്ങനെയാണ് ഈ MCQs പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഉണ്ടാവും. എങ്ങോട്ടൊക്കെ പോകണം ബെക്കർ സോഫ്റ്റ്വെയർ കാണിച്ചിട്ട്. അപ്പോൾ സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ കുറച്ച് വലുതായി പോയെന്ന് തോന്നുന്നു, ബട്ട് അത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതുകൊണ്ടാണ് കേട്ടോ വലുതായി പോയത്. ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് മോർ ഷോർട്ട് നെക്സ്റ്റ് ടൈം. ഓക്കെ, സോ ബൈ, ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.